എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ യാദൃശ്ചികമായി വീണ്ടും തിരുവനന്തപുരം പോകേണ്ടി വന്നു. കൂടെ രാമകൃഷ്ണ സാറും മഞ്ജു മാഡം. അപ്പം ഞങ്ങൾ രാവിലെ തന്നെ പഴവങ്ങാടി ഗണപതി ഭഗവാനെ കണ്ടു. അവിടെ നിന്ന് നമ്മൾ നേരെ പത്മനാഭ സംക്ഷേത്രത്തിലേക്ക് പോയത്. അപ്പം സാറുള്ളതുകൊണ്ട് നമുക്ക് വളരെ നല്ല രീതിയിൽ തൊഴാൻ പറ്റി. അങ്ങനെ നമ്മൾ അവിടുന്ന് തൊഴുത്ത് മഞ്ജു മാഡം ഇറങ്ങി വരുന്നുണ്ട്. വളരെ ഹാപ്പി എല്ലാവരും, കാരണം നന്നായി ദർശനം കിട്ടി. അവിടുന്ന് നമ്മൾ നേരെ ഭക്ഷണമൊക്കെ കഴിച്ച് സാറിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയി. അവിടുന്ന് വൈകുന്നേരത്തോടുകൂടി നമ്മൾ വീണ്ടും ആറ്റുകാലിൽ വരുന്നു. ആറ്റുകാൽ പൊങ്കാല വളരെ പ്രസിദ്ധമാണ്, അറിയാലോ. അപ്പം നമ്മളവിടെ ആറ്റുകാലമായി കാണാൻ വന്നു. അമ്പലത്തിലേക്ക് കയറുമ്പോൾ തന്നെ വലതുവശത്ത് തന്നെ വഴിപാട് കൗണ്ടറുണ്ട്, അറിയാലോ. അവിടെ നമുക്ക് നമ്മുടെ എന്ത് വഴിപാടാണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വെച്ചാൽ അത് ഷീട്ടാക്കി നമുക്ക് അത് അവിടെ ചെയ്യാൻ കഴിയുന്നതാണ്. അങ്ങനെ നമ്മൾ ആറ്റുകാലമ്മയുടെ അടുത്ത് വിളക്ക് കത്തിക്കാൻ വേണ്ടിയുള്ള നാരങ്ങ വിളക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അതിൻ്റെ ഷീറ്റൊക്കെ ആക്കി അത് എല്ലാം കത്തിച്ച് വളരെ ഭക്തിയോടും പ്രാർത്ഥനയോടും കൂടി നമ്മൾ അതെല്ലാം കഴിഞ്ഞ് നേരെ നമ്മൾ അമ്മയെ കാണാൻ വേണ്ടി തൊഴാൻ പോയി. അകത്തേക്ക് നമുക്ക് വീഡിയോ എടുക്കാനുള്ള സംവിധാനം ഇല്ലാത്തതുകൊണ്ട് പുറത്തുനിന്ന് നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് തിരിച്ചിറങ്ങി വരുമ്പോൾ ഒരു സെൽഫിയൊക്കെ എടുത്ത് അവിടുന്ന് നമ്മൾ വളരെ ഹാപ്പിയായി നമ്മൾ തിരിച്ച് നേരെ അന്ന് തന്നെ നമ്മൾ എറണാകുളത്തേക്ക് തിരിക്കുകയുണ്ടായി. അപ്പം വൈകുന്നേരം നല്ല ട്രാഫിക്കായിരുന്നു. ഈ കൂട്ടത്തിൽ നിൽക്കുന്ന പച്ച ഷർട്ടിട്ട ആളാണ് സുല്ലേട്ടൻ്റെ സഹായം കൊണ്ടാണ് നമ്മളവിടെ വലിയ ധൃതിയില്ലാതെ നമുക്ക് തിരക്കില്ലാതെ തൊഴാൻ പറ്റുന്നത്. അങ്ങനെ അവിടുന്ന് നമ്മളെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ച് MC റോഡ് വഴി വെഞ്ഞാറമൂട് എത്തിയപ്പോൾ തൊട്ട് നമ്മൾ ഹോട്ടൽ അന്വേഷിക്കുകയായിരുന്നു. അങ്ങനെ നമുക്ക് നല്ലൊരു ഹോട്ടൽ കണ്ടെത്തി. ദി ലീഫ് എന്ന ഹോട്ടലിൻ്റെ പേര്. നല്ല വൃത്തിയും അതോടൊപ്പം തന്നെ നല്ല ഭക്ഷണവും കിട്ടുന്നൊരു ഹോട്ടലാണ് കേട്ടോ. ഇത് വെറുതെ പറയല്ല, ഞങ്ങൾ കഴിച്ച് ഞങ്ങൾക്കത് തൃപ്തിയായി, സന്തോഷമായി. അത്രയ്ക്കും നല്ല വൃത്തിയുള്ള ഫുഡും നല്ല നീറ്റ് സർവീസ്. നമ്മൾ ചെന്നപ്പോൾ തന്നെ അതിൻ്റെ ഓണർ നമ്മുടെ അടുത്തേക്ക് ഇറങ്ങി വന്നു. നമ്മുടെ സാറിൻ്റെ അടുത്തും മാഡത്തിൻ്റെ ഒക്കെ ചോദിച്ചു എവിടുന്നാണ് വരുന്നത്. അത് വളരെ വളരെ ഫ്രണ്ട്ലി ആയ ഓണർ. അങ്ങനെ ബില്ലൊക്കെ കൊടുത്ത് നമ്മൾ വീണ്ടും ഇറങ്ങാൻ നേരത്ത് അദ്ദേഹം അവിടെ പുൽക്കൂടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഹോട്ടലിൽ. അതെല്ലാം കണ്ട് അപ്പോൾ തന്നെ അദ്ദേഹം വീണ്ടും ഇറങ്ങി വന്നു. വീണ്ടും നമ്മളടുത്ത് ഇനിയും വരുമ്പോൾ ഇതിലേ വരണം, അതുപോലെ വിശേഷങ്ങളൊക്കെ ചോദിച്ച് നമ്മളെ യാത്രയാക്കാൻ നിൽക്കുകയാണ് പുള്ളി. വളരെ നല്ല മനുഷ്യനാണ് കേട്ടോ. അപ്പോൾ ഈ വഴിക്ക് വരുമ്പോൾ കയറാൻ മറക്കല് ദ ലീഫ്. അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിച്ച് നമ്മൾ തിരിച്ച് എറണാകുളത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.